ഹലോ സ്റ്റുഡൻസ്, ഇന്ത്യയിലെ എഞ്ചിനീയറിങ്ങിലൂടെ ഒരു കരിയർ അല്ലെങ്കിൽ ഒരു ഉപരിപഠന സാധ്യത സ്വപ്നം കാണുന്ന ഏതൊരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവസാനത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് IITs ആണ്. അപ്പോൾ ഈ IITസിലേക്ക് എത്താനുള്ള ആകെയുള്ള ഒരേ ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ എന്താണ്? JEE അഡ്വാൻസ് എന്ന് പറഞ്ഞൊരു എക്സാമിനേഷനാണ്. ഒരു പക്ഷേ ലോകത്തിൽ തന്നെ ഏറ്റവും ടഫായിട്ടുള്ള എക്സാമിനേഷൻസിൽ ഒന്നായി പരിഗണിക്കപ്പെടുന്ന ഈ JEE അഡ്വാൻസിനെ പറ്റിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ JEE അഡ്വാൻസിൻ്റെ പ്രാധാന്യം എന്താണ്? JEE അഡ്വാൻസിൻ്റെ വിവിധ തരത്തിലുള്ള അനാലിസിസുകൾ നമ്മൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ സബ്ജക്റ്റ് വൈസ് ഓരോ വർഷങ്ങളിലുമുള്ള ട്രെൻഡുകൾ, അതേപോലെ തന്നെ JEE അഡ്വാൻസിൻ്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജികൾ ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ആകാശ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്കായിട്ട് അവതരിപ്പിക്കുന്ന JEE അഡ്വാൻസ് ഗൈഡിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മളിന്ന് JEE അഡ്വാൻസിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത്. 1951 ഇന്ത്യയിലെ ആദ്യത്തെ IIT ആയിട്ടുള്ള IIT ഖരഗ്പൂർ സ്ഥാപിതം വന്നത്. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ ഈ IIT ഖരഗ്പൂർ പിന്നെ അതുപോലെ തന്നെ ആദ്യകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള മറ്റ് IITകളിലേക്കൊക്കെ പ്രവേശനം ലഭ്യമാവുന്നത് ഒരു പക്ഷേ സ്കൂളിലെ അല്ലെങ്കിൽ കോളേജിലെ പരീക്ഷയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഈ IITകൾ സ്വന്തമായിട്ട് നടത്തുന്ന ചില എക്സാമിനേഷനുകൾ, ഇൻ്റർവ്യൂകൾ ഇതിൻ്റെയൊക്കെ ബേസിസിലായിരുന്നു. ഏകദേശം 1960 വരെ ഈ ഒരു സ്ഥിതിയാണ് തുടർന്നിരുന്നത്. ആദ്യമായിട്ട് IITകളിലേക്ക് ഒരു പൊതുവായ പ്രവേശന പരീക്ഷ സാധ്യമാകുന്നത് 1961 അത് നമ്മുടെ പാർലമെൻറ്റിൽ പാസ്സാക്കിയ IIT ആക്ടിൻ്റെ ഭാഗമായിട്ടാണ് IIT JEE എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. പിന്നീടുള്ള വർഷങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഒരു എക്സാമിനേഷനാണ് ഈ പറയുന്ന IIT JEE എന്ന് പറഞ്ഞൊരു എക്സാമിനേഷൻ. ഉദാഹരണമായിട്ട് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് അതിനകത്ത് നിന്ന് ഒഴിവാക്കപ്പെടുന്നുണ്ട്. 1997 ഈ പേപ്പർ ലീക്കായതിൻ്റെ ഭാഗമായിട്ട് ഈ IIT എക്സാമിനേഷൻ 2 തവണ നടത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പിന്നീട് 2000-നും 2005 ഇടയിൽ ഈ എക്സാമിനേഷൻ 2 ഫേസുകളായിട്ട് 2 പാർട്ടുകളായിട്ട് തിരിക്കുകയുണ്ടായി. അതായത് ആദ്യം ഒരു എക്സാമിനേഷൻ എഴുതുക, അതിനുശേഷം രണ്ടാമതൊരു ലെവൽ 2 എക്സാമിനേഷൻ എഴുതുക എന്നുള്ള രീതിയിലേക്ക് എത്തുന്നു. ഇങ്ങനെ ഒട്ടനവധി മാറ്റങ്ങളോടുകൂടി വന്നിട്ടുള്ള ഈ ഒരു IIT പ്രവേശന പരീക്ഷ 2013 നമ്മൾ ഇന്ന് കാണുന്ന തരത്തിലുള്ള ഈ JEE മെയിൻ, JEE അഡ്വാൻസ്ഡ് എന്നുള്ളൊരു പാറ്റേണിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ JEE അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞ ഈ ഒരു എക്സാമിനേഷനെ പറ്റി വിശദമായിട്ട് മനസ്സിലാക്കുകയാണ്. അപ്പോൾ അതിൽ JEE അഡ്വാൻസിനെ പറ്റി നമ്മൾ അറിയേണ്ടതായിട്ടുള്ള ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റുകളുണ്ട്. കൂടാതെ കഴിഞ്ഞ വർഷങ്ങളിൽ JEE അഡ്വാൻസ്ഡ് പരീക്ഷയുടെ ഓൾ ഇന്ത്യ റാങ്കിൽ ഉണ്ടായിട്ടുള്ള ട്രെൻഡുകൾ നമ്മൾ മനസ്സിലാക്കുന്നു. കൂടാതെ ആ ട്രെൻഡുകൾ നമ്മളോട് പറയുന്ന ചില സൂചനകളും കൂടി നമ്മൾ അതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൂടാതെ കഴിഞ്ഞ വർഷത്തെ JEE അഡ്വാൻസിലെ കേരളത്തിലെ 1ഉം 2ഉം റാങ്ക് കരസ്ഥമാക്കിയ ആകാശിലെ വിദ്യാർത്ഥികളായിട്ടുള്ള മാധവ് മനു അതുപോലെ ഗൗതം PA, ഈ 2 മിടുക്കന്മാർ അവരുടെ സക്സസ് മന്ത്ര നമ്മളോട് ഷെയർ ചെയ്യുന്ന ചില ബൈറ്റുകൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആകാശിൻ്റെ അക്കാഡമിക് എക്സ്പേർട്ടുകൾ നമുക്ക് സജസ്റ്റ് ചെയ്ത് തരുന്ന JEE അഡ്വാൻസിന് വേണ്ടിയിട്ട് നമ്മൾ റെഫർ ചെയ്യേണ്ട ഏറ്റവും മികച്ച ബുക്കുകളുടെ ഒരു സൂചന നമുക്ക് ഇതിൽ നിന്ന് ലഭ്യമാവുന്നുണ്ട്. കൂടാതെ തന്നെ ഓരോ സബ്ജക്റ്റിൻ്റെയും പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എങ്ങനെയായിരിക്കണം. നമുക്കറിയാം ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നീ 3 കോർ സബ്ജക്റ്റുകളാണ് നമ്മൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഓരോ സബ്ജക്റ്റും എങ്ങനെയാണ് നമ്മൾ തയ്യാറെടുക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻപുട്ട് നമ്മൾ തരുന്നുണ്ട്. കൂടാതെ D-Day എന്ന് പറയാവുന്ന നമ്മുടെ എക്സാമിനേഷൻ ദിവസം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ആ ദിവസം നമ്മൾ സ്വീകരിക്കേണ്ട സ്ട്രാറ്റജികൾ എന്തൊക്കെയാണ്? നമ്മളുടെ മെൻ്റൽ ഹെൽത്ത്, അതുപോലെ തന്നെ നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വളരെ മികച്ച രീതിയിൽ ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. ടൈം അല്ല കാര്യം, നമ്മൾ എത്രത്തോളം എഫേർട്സ് അതിലിടുന്നു, നമ്മുടെ ഡിറ്റർമിനേഷൻ, ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ട്, ആകാശിൻ്റെ മെറ്റീരിയൽസ്, അതൊക്കെയായിരുന്നു അന്നേരം എനിക്ക് ആ ഒരു എന്താ പറയുക ബാക്ക്ലോഗ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ. എൻ്റെ ഈ 4 വർഷത്തെ JEE ജേണിയിൽ ആകാശിൻ്റെ മെറ്റീരിയൽസും പിന്നെ ടെസ്റ്റ് സീരീസും പിന്നെ ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ടും വളരെ യൂസ്ഫുൾ ആയിരുന്നു. അപ്പോൾ ഈ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സക്സസ് അച്ചീവർ, സക്സസ് മാഗ്നറ്റ്, സ്കൾ ക്രഷേഴ്സ്, പ്രാക്ടീസ് അസൈൻമെൻറ്റ്, ഇതൊക്കെ എനിക്ക് വളരെ യൂസ്ഫുൾ ആയിരുന്നു. നമ്മളുടെ ഗോൾസ് നമ്മൾ ഫോക്കസ് ചെയ്ത് അതിനുവേണ്ടി മാത്രം പ്രയത്നിക്കുക. ഹാർഡ് വർക്ക് ബീറ്റ്സ് ടാലൻറ്റ് വെൻ ടാലൻറ്റ് ഡസൻ വർക്ക് ഹാർഡ്. ഇന്ത്യയിലെ JEE അഡ്വാൻസ് എന്ന് പറഞ്ഞ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് സോണൽ IITs എന്നറിയപ്പെടുന്ന 7 ഡിഫറെൻ്റ് ആയിട്ടുള്ള IITs ചേർന്നിട്ടുള്ള ജോയിൻറ്റ് അഡ്മിഷൻ ബോർഡ് JAB എന്നറിയപ്പെടുന്ന ഒരു കമ്മിറ്റിയാണ്. അപ്പോൾ ഈ ഒരു കമ്മിറ്റിയുടെ കീഴിൽ ഓരോ വർഷവും ഓരോ IIT ആണ് ഈ എക്സാമിനേഷൻ ആവശ്യമായിട്ടുള്ള
ചോദ്യപേപ്പർ തയ്യാറാക്കുന്നത്. 2025 JEE അഡ്വാൻസ്ഡ് പരീക്ഷ നടത്തുന്നതിനുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നത് IIT കാൺപൂറാണ്. ഏകദേശം 2027 വരെയുള്ള ചാർട്ടിങ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഒരു വിദ്യാർത്ഥിനെ സംബന്ധിച്ചിടത്തോളം 2 തവണ കൺസിക്യൂട്ടീവായിട്ടുള്ള ഇയേഴ്സിലാണ് JEE അഡ്വാൻസ്ഡ് പരീക്ഷ എഴുതാൻ പറ്റുക. അപ്പോൾ മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് പരിമിതമായിട്ടുള്ള ഒരു അവസരമാണ് JEE അഡ്വാൻസ്ഡ് നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത്. അപ്പോൾ CBT അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് മോഡലായിട്ട് നടത്തപ്പെടുന്ന 2 പേപ്പറുകളുള്ള പേപ്പർ 1, പേപ്പർ 2 2 പേപ്പറുകളുള്ള 6 മണിക്കൂർ നീളുന്ന ഒരു എക്സാമിനേഷനാണ് JEE അഡ്വാൻസ്ഡ്. ഇത് 2 ഷിഫ്റ്റായിട്ടാണ് നടക്കുക. പേപ്പർ 1 3 അവേഴ്സും പേപ്പർ 2 3 അവേഴ്സുമായിട്ടാണ്. അതിനിടയിൽ ഒരു ബ്രേക്ക് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേണിനെ പറ്റി പറയുകയാണെങ്കിൽ സത്യത്തിൽ JEE അഡ്വാൻസിന് വ്യക്തമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രിസൈസായി നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം പാറ്റേൺ ഇല്ല. എങ്കിൽ കൂടി നമ്മൾ പേപ്പർ 1 പരിശോധിക്കുകയാണെങ്കിൽ അതിൽ MCQ വിത്ത് ഓൺലി 1 കറക്റ്റ് ഓപ്ഷൻ, അതായത് ഒരു ശരിയായ ആൻസർ മാത്രമുള്ള MCQs ഉണ്ടാവാം. കൂടാതെ ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് കറക്റ്റായി വരുന്ന MCQs ഉണ്ടാവാം. MCQs വിത്ത് 1 ഓർ മോർ ദാൻ 1 കറക്റ്റ് ഓപ്ഷൻസ്, 2 3 ഒക്കെ ഓപ്ഷൻസ് അല്ലെങ്കിൽ 4 ഓപ്ഷൻസ് വരെ കറക്റ്റ് ആകാവുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാം. അതിൽ ആ ഒരു എക്സാം പാറ്റേണിൽ ഈ നമ്മൾ ആൻസർ ചെയ്യുന്ന ശരിയായ ഉത്തരങ്ങളുടെ ബേസിസിലാണ് നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ന്യൂമറിക്കൽ ബേസ്ഡ് ഡെസിമൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം സാധാരണയായിട്ട് കണ്ടുവരുന്ന പാറ്റേൺ അനുസരിച്ച്. അതിൻ്റെ കൂടെ തന്നെ മാച്ച് ദ ഫോളോയിങ് ഫോളോഡ് ബൈ MCQs. അപ്പോൾ ഇങ്ങനെ ഒരു 4 ടൈപ്പിലാണ് പൊതുവായിട്ട് ഈ പാർട്ട് 1 ക്വസ്റ്റ്യൻസ് കാണപ്പെടുന്നത്. നമ്മൾ പേപ്പർ 2 വരുമ്പോൾ, അതായത് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം നടത്തുന്ന ഈ ഒരു എക്സാമിനേഷനിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെയും പേപ്പർ 1 പോലെ തന്നെ MCQ വിത്ത് ഓൺലി 1 കറക്റ്റ് ഓപ്ഷൻ ഉണ്ടാവാം. അതേപോലെ തന്നെ MCQ വിത്ത് 1 ഓർ മോർ ദാൻ കറക്റ്റ് ഓപ്ഷൻസ് ഉണ്ടാവാം. ന്യൂമറിക്കൽ ബേസ്ഡ് ഡെസിമൽ ടൈപ്പ് ഉണ്ടാക്കാം. ഇവിടെ പേപ്പർ 1 വ്യത്യസ്തമായിട്ട് സാധാരണ കാണപ്പെടുന്നത് പാരഗ്രാഫ് ടൈപ്പ് വിത്ത് ന്യൂമറിക്കൽ ആൻസേഴ്സ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും കാണപ്പെടലുണ്ട്. എന്നിരുന്നാൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒരിക്കലും IIT JEE അഡ്വാൻസ്ഡിന് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ടോട്ടൽ മാർക്സ് എന്ന് പറയുന്നത് ഫിക്സഡ് അല്ല. അറൗണ്ട് 180 മാർക്സ് ഓരോ പേപ്പറിനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നെങ്കിൽ കൂടി അത് ചിലപ്പോൾ 184 ആകാം, അല്ലെങ്കിൽ ചിലപ്പോൾ 190 ആകാം, അല്ലെങ്കിൽ ചിലപ്പോൾ 176 ആകാം. അത്തരം ഒരു കൃത്യമായിട്ടുള്ള ഒരു എക്സാം പാറ്റേണോ അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള മാർക്കോ JEE അഡ്വാൻസ്ഡ് നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നില്ല. JEE അഡ്വാൻസിൻ്റെ പേപ്പർ 1 പേപ്പർ 2 മാർക്കിംഗ് സ്കീം ഫിക്സ്ഡ് അല്ല, അത് പലപ്പോഴും മാറാറുണ്ട്. എങ്കിൽ പോലും നമുക്ക് ചില ഒരു ഏകദേശം ഐഡിയ നമുക്കിതിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ സിംഗിൾ കറക്റ്റ് ആൻസറുള്ള ക്വസ്റ്റ്യനുകൾക്ക് ശരിയായ ഉത്തരത്തിന് +3 അതേപോലെ തന്നെ തെറ്റായ ഉത്തരത്തിന് -1 അവാർഡ് ചെയ്യപ്പെടാറുള്ളത്. ഒന്നിൽ കൂടുതൽ ആൻസറുകൾ കറക്റ്റ് ആകുന്ന ചോദ്യങ്ങൾക്ക് അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഉറപ്പുള്ള ആൻസറുകൾ മാത്രം സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു ക്വസ്റ്റ്യനിൽ ABCD എന്ന് പറഞ്ഞാൽ 4 ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഈ 4 ഓപ്ഷനുകളും കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ ആ 4 ഓപ്ഷനുകളും തിരഞ്ഞെടുത്താൽ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും. എന്നാൽ നിങ്ങൾ 3 ആൻസറുകൾ മാത്രമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. അങ്ങനെ നമുക്ക് പാർഷ്യൽ മാർക്കുകൾ കിട്ടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ വളരെയേറെ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഒരു ഓപ്ഷൻ നമ്മൾ റോങ് ആയി സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന മാർക്ക് -2 ആയിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യനുകളിലും +3 -1 എന്നുള്ളൊരു ഫോർമാറ്റിലാണ്. പാരഗ്രാഫ് ബേസ്ഡ് ആയ ക്വസ്റ്റ്യനുകൾ പേപ്പർ 2 കാണപ്പെടാറുണ്ട്. അതിന് +4 -1 എന്നുള്ളൊരു ഓപ്ഷനാണ്. ന്യൂമറിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യന് കഴിഞ്ഞ വർഷം നെഗറ്റീവ് മാർക്കിംഗ് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാറ്റേൺ തുടരുകയോ അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ മാറാതിരിക്കുകയോ ചെയ്യാം. അപ്പോൾ JEE അഡ്വാൻസ്ഡ് പരീക്ഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഓരോ സെഷനിലേക്ക് കടക്കുന്നതിന് മുമ്പും അവിടെ നമുക്ക് തന്നിരിക്കുന്ന മാർക്കിംഗ് പാറ്റേൺ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരേ ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾക്ക് ഒരുപക്ഷെ പേപ്പർ 1 പേപ്പർ 2 വ്യത്യസ്തമായ മാർക്കിംഗ് സ്കീം വരാനും സാധ്യതയുണ്ടാവാം. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന മാർക്കിംഗ് സ്കീം ഫിക്സ്ഡ് അല്ല, അത് നമുക്ക് ഫിക്സ്ഡ് ആകാൻ ഒരിക്കലും സാധ്യവുമല്ലാത്ത മാർക്കിംഗ് സ്കീമാണ്. അതുകൊണ്ട് തന്നെ മാർക്കിംഗ് സ്കീം മനസ്സിലാക്കുക എന്നുള്ളതും JEE അഡ്വാൻസിൻ്റെ പ്രിപ്പറേഷനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഈ JEE അഡ്വാൻസ്ഡിൻ്റെ പരീക്ഷയിൽ ഓൾ ഇന്ത്യ റാങ്കിൽ ഉണ്ടായിട്ടുള്ള ട്രെൻഡ് എഗെയിൻസ്റ്റ് ദ പെർസെൻറ്റേജ് നമ്മൾ പരിശോധിക്കുകയാണ്. അപ്പോൾ വളരെ വാല്യുബിൾ ആയിട്ടുള്ള ചില ഇൻസൈറ്റുകൾ നമുക്കിത് പകർന്നു തരും. ഇപ്പോൾ ഉദാഹരണമായിട്ട് 2024 ഓൾ ഇന്ത്യ റാങ്ക് 1 98.61 എന്ന് പറയുന്ന
അൺയൂഷ്വലി ഹൈ ആയിട്ടുള്ള ഒരു പെർസെൻറ്റേജിലാണ് ലോക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ 2011 മുതലുള്ള ഒരു ട്രെൻഡ് പരിശോധിക്കുകയാണെങ്കിൽ ഒരു 91%-നും ഒരു 96%-നും ഇടയിലാണ് ഓൾ ഇന്ത്യ റാങ്ക് 1 വരാറുള്ളത്. ചില വർഷങ്ങളിൽ എസ്പെഷ്യലി 2016 എന്ന് പറയുന്നത് ജെ അഡ്വാൻസ്ഡിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള എക്സാമിനേഷനായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. ആ വർഷമൊക്കെ ഇത് 86.02 എന്ന് പറഞ്ഞൊരു ലോവർ പെർസെൻറ്റേജിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ 2020-ലും 2022-ലും ഓൾ ഇന്ത്യ റാങ്ക് 90%-ന് താഴെയാണ് വന്നിരിക്കുന്നത്. എങ്കിലും 90%-ന് എബോവ് ആയിട്ടാണ് എല്ലാ വർഷങ്ങളിലും യൂഷ്വലായിട്ട് ഓൾ ഇന്ത്യ റാങ്ക് 1 നമ്മൾ ലോക്ക് ചെയ്യുന്നത്. ഇനി ഓൾ ഇന്ത്യ റാങ്ക് 10 നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് ഏകദേശം ഒരു 85% to 90%-ലാണ് കാണുക. ചില വർഷങ്ങളിൽ ഈ പറഞ്ഞ പോലെ തന്നെ അത് താഴേക്ക് പോയിട്ട് 78%-ലേക്കൊക്കെ എത്തിയിട്ടുള്ള വർഷങ്ങളുണ്ടെങ്കിൽ തന്നെ ഇതൊരു ഏകദേശം ഒരു 82, 84, 85%-ലാണ് സാധാരണയായിട്ട് ഇത് ലോക്ക് ചെയ്തിട്ടുണ്ടാവുക. ഓൾ ഇന്ത്യ റാങ്ക് 100 നമ്മൾ പരിശോധിക്കുമ്പോൾ വീണ്ടും പെർസെൻറ്റേജിൽ താഴേക്ക് പോവുകയും ഏകദേശം ഒരു 75, 76, 79 ആ ഒരു പെർസെൻറ്റേജിന് അറൗണ്ടായിട്ടാണ് ഇത് സാധാരണയായിട്ട് ലോക്ക് ചെയ്യുന്നുള്ളത്. എന്നാൽ ചില വർഷങ്ങളിൽ എക്സാം പേപ്പർ ടഫായ ചില വർഷങ്ങളിൽ പെർസെൻറ്റിലേക്ക് താഴേക്ക് പോയിട്ട് ഞാൻ പറഞ്ഞ 2016-ലൊക്കെ അത് 68%-ലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. എങ്കിൽ പോലും ഒരു 75 അറൗണ്ട് 79 വരെ വരുന്ന രീതിയിലാണിത് ഉണ്ടായിട്ടുള്ളത്. അതേപോലെ തന്നെ 2024 ഈ പെർസെൻറ്റേജിലെല്ലാം തന്നെ ഹയർ ലെവലിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ നോക്കിയാൽ 98.61 ഓൾ ഇന്ത്യ റാങ്ക് 1 ലോക്ക് ചെയ്യപ്പെടുന്നു, 91.39 ഓൾ ഇന്ത്യ റാങ്ക് 10 ലോക്ക് ചെയ്യപ്പെടുന്നു, അതേപോലെ തന്നെ 83.33 ഓൾ ഇന്ത്യ റാങ്ക് 100 ലോക്ക് ചെയ്യപ്പെടുന്നു. അപ്പോൾ ആ ട്രെൻഡ് കൃത്യമായ ചില സൂചനകൾ നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ മറ്റ് താഴേക്കുള്ള റാങ്കുകൾ ഓൾ ഇന്ത്യ റാങ്ക് 500, 400 അങ്ങനെയൊക്കെ നോക്കുന്നു. അതിനുശേഷം നമ്മൾ 1000-ലേക്കും അതേപോലെ തന്നെ 4000, 6000 റാങ്കുകളിലേക്കൊക്കെ എത്തുമ്പോൾ തന്നെ താഴെ നോക്കുമ്പോൾ നമുക്ക് ഈ ഡേറ്റ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. നമ്മൾ ഒരു IIT സീറ്റ് ഉറപ്പിക്കുക എന്നുള്ള രീതിയിലേക്ക് എത്തുമ്പോഴത്തേക്കും ഓൾ ഇന്ത്യ റാങ്ക് 10,000 നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ട്രെൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 2024-ലാണെങ്കിൽ 40%-ലാണ് അത് ലോക്ക് ചെയ്യപ്പെടുന്നത്. എല്ലാ വർഷങ്ങളിലും നോക്കിയാൽ അത് ഏകദേശം ഒരു 30%-ന് എബോവ് 40%-ന് ഇടയിലായിട്ടാണ് ലോക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ചില വർഷങ്ങളിൽ അത് അൺയൂഷ്വലി താഴേക്ക് പോയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സാം ടഫായിട്ട് വന്നുള്ള വർഷങ്ങളിൽ. അപ്പോൾ ഇത് വളരെ ഹോപ്പ്ഫുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു 40% അല്ലെങ്കിൽ ഒരു 35% മാർക്ക് വരെ നമ്മളെ IIT-യിലേക്ക് എത്തിക്കുക എന്നുള്ളത് ജെ അഡ്വാൻസ്ഡ് പരീക്ഷയുടെ ടഫ്നെസ് കൊണ്ടും അതേപോലെ തന്നെ ആ ജെ അഡ്വാൻസ്ഡ് പരീക്ഷയുടെ പ്രാധാന്യം കൊണ്ടുമാണ്. അപ്പം സ്വാഭാവികമായിട്ടും വലിയ ടോപ്പ് റാങ്കുകളിലേക്ക് എത്താൻ സാധിക്കാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിരാശപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല. ഒരു വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പെർസെൻറ്റേജ് വരെ നമ്മളെ IIT-യിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് ഈ ഒരു ഡേറ്റ നമ്മളോട് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ 18 വർഷങ്ങളായിട്ട് ജെ അഡ്വാൻസ്ഡ് എക്സാമിനേഷനിൽ ഓരോ സബ്ജക്റ്റിലെയും ചാപ്റ്റർ വൈസ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതെന്നാണ് നോക്കുന്നത്. അതായത് ഏത് ചാപ്റ്ററിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നതെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇപ്പോൾ ഫിസിക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. 59 ക്വസ്റ്റ്യൻസ് ആണ് അതിൽ നിന്ന് വന്നിട്ടുള്ളത്. അതിൻ്റെ പിന്നാലെ നമുക്ക് റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് വരുന്നു, പിന്നീട് തെർമോഡൈനാമിക്സ് വരുന്നു, കറണ്ട് ഇലക്ട്രിസിറ്റി വരുന്നു, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് വരുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെയാണ് ഫിസിക്സിലെ ക്വസ്റ്റ്യനുകളുടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ വന്നിരിക്കുന്നത്. നമ്മൾ കെമിസ്ട്രിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 18 വർഷത്തെ ജെ അഡ്വാൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ പി ബ്ലോക്ക് എലമെൻറ്റ്സ് നമുക്കറിയാം. ഇപ്പോൾ നമ്മുടെ സ്കൂൾ സിലബസിലും അതേപോലെ തന്നെ നീറ്റ് JEE പോലെയുള്ള എക്സാമുകൾക്കൊക്കെ കട്ട് ഷോട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന പി ബ്ലോക്ക് എലമെൻറ്റ്സിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. 75 ക്വസ്റ്റ്യൻസ് ആണ് അതിൻ്റെ ഷെയർ. അതിന് പിന്നാലെ ഓർഗാനിക്കിലെ ക്ലാസ് 12ലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള അഡീഡ്സ്, കിറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് ഉണ്ട് 74 ക്വസ്റ്റ്യൻസുമായിട്ട്. പിന്നീട് ആ ഒരു ഓർഡറിൽ നമ്മൾ നോക്കുമ്പോൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സ്, തെർമോഡൈനാമിക്സ്, ഇലക്ട്രോ കെമിസ്ട്രി, അതുപോലെ തന്നെ കെമിക്കൽ കൈനറ്റിക്സ് ആൻഡ് ന്യൂക്ലിയർ കെമിസ്ട്രി ഒക്കെയാണ് ഈ ഒരു സബ്സിക്വൻ്റ് ഓർഡറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ മാത്തമാറ്റിക്സിൻ്റെ ചാപ്റ്റർ വൈസ് ഡിസ്ട്രിബ്യൂഷൻ നോക്കുമ്പോൾ കോണിക് സെക്ഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിൽ നിന്നാണ് മെജോറിറ്റി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ബാക്കിയുള്ള ചാപ്റ്റേഴ്സിനെ അപേക്ഷിച്ചിട്ട് വളരെ അധികം ചോദ്യം ഒരുപക്ഷെ ജെ അഡ്വാൻസ്ഡിൻ്റെ മാത്തമാറ്റിക്സിനെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് ആക്കുന്നത് ഈ കോണിക് സെക്ഷനാണ്. 92 ക്വസ്റ്റ്യൻസ് ഇവിടുന്ന് ഉണ്ടാകുമ്പോൾ തൊട്ട് പിന്നിലുള്ള ഇൻ്റഗ്രൽസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് 56 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഇൻ്റഗ്രൽസ് കൂടാതെ കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ്, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്, പ്രോബബിലിറ്റി, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്നീ ചാപ്റ്ററുകളൊക്കെ 50 അതിലധികമോ ക്വസ്റ്റ്യൻസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സാണ്. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ജെ അഡ്വാൻസ്ഡിൻ്റെ കഴിഞ്ഞ 18 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ ലെവൽ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്.
അപ്പോൾ ഈ ക്വസ്റ്റ്യനുകളിൽ 16.86% ഓഫ് ക്വസ്റ്റ്യനുകൾ വളരെ ഈസി ആയിട്ടുള്ള, ഡയറക്റ്റ് ആയിട്ടുള്ള, സിമ്പിളായിട്ടുള്ള, ഒരു പക്ഷേ ഒരു മെയിൻസ് ലെവലിലൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. പിന്നീടുള്ളതിൽ ഒരു 52.90% ക്വസ്റ്റ്യൻസ് മീഡിയം അല്ലെങ്കിൽ ആവറേജ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഈ ഈസി ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ മീഡിയം ക്വസ്റ്റ്യൻസും കൂടി ചേർന്നിട്ട് ഒരു വലിയൊരു പെർസെൻറ്റേജ്, ഏകദേശം ഒരു 52 അതേപോലെ തന്നെ 16 കൂടി ചേരുമ്പോൾ ഒരു ഏകദേശം ഒരു 69% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ 69%-ലധികം, ഏകദേശം ഒരു 70% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈസി ആൻഡ് മീഡിയം ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ടഫർ ലെവലിലേക്കോ അല്ലെങ്കിൽ വളരെ ഡീപ്പ് ലെവലിലേക്ക് പ്രിപ്പയർ ചെയ്യാത്തൊരു കുട്ടിക്ക് പോലും ഒരു പക്ഷേ JEE അഡ്വാൻസ്ഡ് ഒരു മികച്ച പെർസെൻറ്റേജ് കരസ്ഥമാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്ട്രിബ്യൂഷൻ നമ്മളോട് പറയുന്നത്. എന്നാൽ തീർച്ചയായിട്ടും JEE അഡ്വാൻസ് എന്ന് പറഞ്ഞ എക്സാമിനേഷൻ്റെ എല്ലാ തരത്തിലുള്ള ഗ്രാവിറ്റിയും അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള പ്രാധാന്യവും നിലനിർത്തിക്കൊണ്ട് ഏകദേശം 30% ക്വസ്റ്റ്യൻസ് ഹാർഡ് നട്ട്സ് ആയിട്ട്, അതായത് വളരെ ടഫായ രീതിയിൽ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യവും നമ്മൾ ശ്രദ്ധിക്കണം. അടുത്തതായിട്ട് നമ്മൾ ഈ JEE അഡ്വാൻസ്ഡ് പരീക്ഷയിൽ ക്ലാസ് 11th ക്ലാസ് 12th ടോപ്പിക്കുകളുടെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് ഓരോ വർഷവും വന്നിരിക്കുന്നതാണ് നോക്കുക. അത് സബ്ജക്റ്റ് വൈസ് ആണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ നമ്മൾ ഫിസിക്സ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഗ്രാഫിൽ കാണുന്ന പോലെ തന്നെ ഫിസിക്സ് ഈ വർഷങ്ങളിലൊക്കെ ഏകദേശം ക്ലാസ് +1-ലും +2-ലെയും കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഷെയർ ഏകദേശം ഒരുപോലെ തന്നെയാണ്. പക്ഷേ സ്വാഭാവികമായിട്ടും ചില വർഷങ്ങളിൽ ഒരു പെർട്ടിക്കുലർ ഇയർ കൂടുതലായിട്ട് ഡോമിനേറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. എങ്കിലും വലിയ വ്യത്യാസത്തിലല്ല വന്നിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് 2024 12th ക്വസ്റ്റ്യൻസ് ഡോമിനേറ്റ് ചെയ്യുമ്പോൾ തൊട്ട് മുമ്പുള്ള 2023 11th ക്വസ്റ്റ്യൻസ് ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു സിഗ്സാഗ് പാറ്റേൺ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചില വർഷങ്ങളിൽ 11th ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ടും ചില വർഷങ്ങളിൽ 12th ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ടും കാണുന്നു. എന്ന് വെച്ചാൽ ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം 2 ഇയറും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് ഈ ഒരു പാറ്റേൺ നമ്മളോട് സൂചിപ്പിക്കുന്നത്. നമ്മൾ കെമിസ്ട്രിയുടെ കാര്യത്തിൽ കുറച്ചും കൂടി രസകരമായിട്ടുള്ളൊരു ട്രെൻഡാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 2008 മുതലുള്ള ഏകദേശം എല്ലാ വർഷങ്ങളിലും തന്നെ 12th സിലബസ് ഒരു വലിയ വ്യത്യാസത്തിൽ 11th സിലബസിനെ ഡോമിനേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപൂർവം വർഷങ്ങൾ ഒഴികെ 2014, 2020 എന്നീ 2 വർഷങ്ങൾ ഒഴികെ എല്ലാ വർഷങ്ങളിലും കൂടുതൽ ക്വസ്റ്റ്യനുകൾ വന്നിരിക്കുന്നത് ക്ലാസ് 12th സിലബസ് എന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം 12th സിലബസ് കെമിസ്ട്രി കുറച്ചും കൂടി കമ്പാരിറ്റീവ്ലി ഈസി ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി കെമിസ്ട്രിയിൽ സ്കോർ ചെയ്യാനുള്ളൊരു സാധ്യത ഇവിടെ തെളിയുന്നുണ്ട്. അത് വളരെ നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു ട്രെൻഡാണ്. മാത്തമാറ്റിക്സിൻ്റെ കാര്യത്തിൽ വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു ട്രെൻഡ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട്. എല്ലാ വർഷങ്ങളിലും 2008 മുതൽ 2024 വരെയുള്ള എല്ലാ വർഷങ്ങളിലും 12th സിലബസ് ആണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. വളരെ വ്യക്തമായൊരു പാറ്റേൺ, അതായത് എല്ലാ വർഷങ്ങളിലും ഏകദേശം ഒരേപോലെ നിൽക്കുന്ന ഗ്രാഫാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ കെമിസ്ട്രിയിലും അതേപോലെ തന്നെ മാത്തമാറ്റിക്സിലും ക്ലാസ് 12th സിലബസിനുള്ള ഒരു അപ്പർ ഹാൻഡ് നമുക്ക് ഈ ഒരു ഡിസ്ട്രിബ്യൂഷനിൽ വ്യക്തമാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടോപ്പ് പ്രിപ്പറേഷൻ ടിപ്സ് ആണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം ഗെറ്റ് ഫെമിലിയർ വിത്ത് ദ ഫോർമാറ്റ് ആണ്. JEE അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞ പരീക്ഷ എങ്ങനെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പാറ്റേൺ, എന്താണ് അതിൻ്റെ മാർക്കിംഗ് സ്കീം, എന്തൊക്കെയാണ് അതിൻ്റെ കോംപ്ലക്സിറ്റീസ് എന്നുള്ളത് ഒരു വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇതിന് ഏറ്റവും വലിയ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫ്രം ദ ഡേ 1 നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആദ്യ ദിവസം മുതൽക്ക് തന്നെ JEE അഡ്വാൻസ്ഡ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആകാശ് പ്രൊവൈഡ് ചെയ്യുന്ന പോലത്തുള്ള ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഒരിക്കലും JEE മെയിൻസ് ക്രാക്ക് ചെയ്തതിന് ശേഷം ചിന്തിക്കേണ്ടത് ഒന്നല്ല JEE അഡ്വാൻസ്, മറിച്ച് JEE അഡ്വാൻസിലേക്കുള്ള ഒരു വഴി മാത്രമാണ് JEE മെയിൻസ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമതായിട്ട് സെറ്റ് യുവർ ഡെയിലി ഗോൾസ്. JEE അഡ്വാൻസ്ഡ് പോലെ വളരെ വലിയ ഒരു ലക്ഷ്യം നമ്മൾ പിന്തുടരുമ്പോൾ ഓരോ ദിവസവും നമ്മളതിൽ എഫേർട്ട് ആവശ്യമാണ്. നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിൽ ഓരോ ദിവസവും നമ്മൾ അതിന് വേണ്ടിയിട്ട് സമയം മാറ്റി വയ്ക്കുകയും JEE അഡ്വാൻസിനെ പറ്റി ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും വേണം. ഡെയിലി ഗോൾസ് സെറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മൂന്നാമത്തത് പ്രീവിയസ് പേപ്പർ അതേപോലെ തന്നെ സാധ്യമായ അത്രയും മോക്ക് ടെസ്റ്റുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ എക്സാം പാറ്റേൺ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് അത് മനസ്സിലാക്കാനും ആ എക്സാം പാറ്റേണിന് അനുസരിച്ചിട്ടുള്ള സ്ട്രാറ്റജികൾ രൂപപ്പെടുത്താൻ. നിങ്ങൾക്കറിയാം, ഒരു തരത്തിലുമുള്ള ഫിക്സ്ഡ് ആയിട്ടുള്ള റിജിഡായിട്ടുള്ള ഒരു എക്സാം പാറ്റേൺ അല്ല. ചിലപ്പോൾ നിങ്ങൾ എക്സാം ഹാളിൽ എത്തുമ്പോഴായിരിക്കും വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു പുതിയൊരു പാറ്റേൺ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രീവിയസ് ഇയേഴ്സിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് വരാമെന്നുള്ളതും എങ്ങനെയാണ് ഈ എക്സാം വർക്ക് ആവുന്നുള്ളതിനെ പറ്റിയും ഉള്ള ഒരു വ്യക്തമായൊരു ധാരണയുണ്ടാവും. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ടോപ്പ് പ്രിപ്പറേഷൻ ടിപ്സ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രിപ്പറേഷൻ ടിപ്സ് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കുന്നതിലുള്ള ഒരു പ്രാധാന്യമാണ്.
ജെ അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞ എക്സാമിനേഷൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന കോൺസെപ്റ്റുകൾ, നമ്മളുടെ സബ്ജക്റ്റുകളിലുള്ള കോൺസെപ്റ്റുകൾ ഉപയോഗിച്ച് കൊണ്ടിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷനിലൂടെ നമ്മൾ ന്യൂമറിക്കൽ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് രണ്ട് രീതിയിലാണ് സാധ്യമാകുന്നത്. ഒന്ന്, നിങ്ങൾക്ക് ജെ അഡ്വാൻസ്ഡ് ലെവലിലുള്ള ഗംഭീരമായിട്ടുള്ള ഒരു അക്കാഡമിക് ഡെലിവറി നമ്മുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നു. അതിൻ്റെ ബേസിസിൽ നമ്മൾ സ്വന്തമായിട്ട് ന്യൂമറിക്കൽസ് സോൾവ് ചെയ്തും അതേപോലെ ടീച്ചേഴ്സിൻ്റെ സഹായത്തോടു കൂടി കോംപ്ലിക്കേറ്റഡ് ആയ ന്യൂമറിക്കൽ സോൾവ് ചെയ്തും നമ്മൾ ഉണ്ടാക്കുന്ന കോൺസെപ്റ്റിൻ്റേതായിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു അടിത്തറ, ഇതാണ് ജെ അഡ്വാൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫ്യൂൽ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. മറ്റൊരു കാര്യം, റൈറ്റ് ആയിട്ടുള്ള റിസോഴ്സസ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഈ റൈറ്റ് ആയിട്ടുള്ള റിസോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കുകൾ മുതൽ, അതായത് നമ്മൾ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന റെഫറൻസ് ബുക്കുകൾ തുടങ്ങി നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഇക്കോസിസ്റ്റം, നമ്മളെ സഹായിക്കുന്ന ഫാക്കൽറ്റീസ്, ഈ നമ്മൾ ജോയിൻ ചെയ്യുന്ന കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ലിഗസി, റിസൾട്ടിലുള്ള ട്രാക്ക് റെക്കോർഡ്, അവർ ഫോളോ ചെയ്യുന്ന സിസ്റ്റം ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആകാശ് ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ നാഷണൽ വൈഡായിട്ടുള്ള പ്രൂവൺ ട്രാക്ക് റെക്കോർഡുള്ള ഒരു അക്കാഡമിക് പെഡഗോഗി ഫോളോ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് സ്വാഭാവികമായിട്ടും കുട്ടികളെ അവരുടെ ബേസിക് ലെവലിൽ നിന്ന് തന്നെ ജെ അഡ്വാൻസ് പോലുള്ള പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിപ്പറേഷനെ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മൾ എത്രത്തോളം തയ്യാറാണ് അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം പഠിച്ചു എന്ന് മനസ്സിലാക്കേണ്ട ഒരു റിയാലിറ്റി ചെക്ക് എല്ലാ ദിവസവും അല്ലെങ്കിൽ റെഗുലർ ബേസിസിൽ ഒരു കുട്ടി ചെയ്യേണ്ടതാണ്. അത് അവൻ എഴുതുന്ന എക്സാമിനേഷൻസിലൂടെയും അതേപോലെ തന്നെ എറർ അനാലിസിസ് പോലെയുള്ള സങ്കേതങ്ങളിലൂടെയും ഈ കുട്ടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അവൻ്റെ പ്രിപ്പയർനെസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഡൗട്ട് ക്ലിയറൻസ് അല്ലെങ്കിൽ ഡൗട്ടുകൾ ഉണ്ടാവുക, ആ ഡൗട്ടുകൾ വളരെ ഓർഗാനിക്കായ ഒരു വേയിൽ ഒരു ടീച്ചറും കുട്ടിയും കൂടി ഇരുന്നിട്ട് ആ ഡൗട്ടുകൾ സോൾവ് ചെയ്യുന്ന ഒരു പ്രോസസ്സ്, അത് ജെ അഡ്വാൻസ് പോലെയുള്ള ഒരു പ്രിപ്പറേഷൻ്റെ ഒരു ഹൈ സ്റ്റേക്ക് എക്സാമിനേഷൻ്റെ ഇൻറ്റഗ്രൽ പാർട്ടാണ്, അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. ജെ അഡ്വാൻസ്ഡ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുപയോഗിക്കുന്ന മെറ്റീരിയലുകൾ, അവരുപയോഗിക്കുന്ന ബുക്കുകൾ വളരെ പ്രധാനപ്പെട്ടൊരു തിരഞ്ഞെടുപ്പാണ്. ജെ അഡ്വാൻസ്ഡിൻ്റെ പ്രിപ്പറേഷന് സഹായിക്കുന്ന 100 കണക്കിന് ബുക്കുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ആകാശ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കോച്ചിങ് എടുക്കുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബേസിക് സ്റ്റഡി പാക്കേജുകൾ, അതിൻ്റെ ലെവൽ 3 എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ജെ അഡ്വാൻസിന് വേണ്ടിയിട്ട് ഡിസൈൻഡ് ആണ്. അതുകൂടാതെ തന്നെ നമ്മൾ സക്സസ് മാഗ്നറ്റ് എന്ന് പറയുന്ന ഒരു ബുക്ക്, ആ ഒരു ബുക്ക് കംപ്ലീറ്റ്ലി ജെ അഡ്വാൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ബുക്കാണ്. കൂടാതെ ഈ ക്യാപ്സ്, സ്കൾ ക്രഷർ, അതേപോലെ തന്നെ റാപ്പിഡ് റിവിഷൻ, ഇങ്ങനെ പല രീതിയിൽ നമ്മൾ ജെ അഡ്വാൻസ് പ്രിപ്പറേഷനെ സഹായിക്കുന്ന മെറ്റീരിയലുകൾ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. എന്നിരുന്നാൽ കൂടി നമ്മൾ മറ്റ് പബ്ലിക്കേഷൻസ് സജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ അക്കാഡമിക് എക്സ്പേർട്ടുകൾ സജസ്റ്റ് ചെയ്യുന്ന ചില ബുക്കുകൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. ഉദാഹരണമായിട്ട് ഫിസിക്സ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് പ്രോബ്ലംസ് ഇൻ ജനറൽ ഫിസിക്സ് ബൈ ID ഇറിഡോഫ് എന്നൊരു ബുക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ SS ക്രോട്ടോവ് എന്നൊരു ഓഥറിൻ്റെ പ്രോബ്ലംസ് ഇൻ ഫിസിക്സും ജെ അഡ്വാൻസിൻ്റെ പ്രിപ്പറേഷന് സഹായിക്കുന്നതായിട്ട് നമ്മൾ വിലയിരുത്തുന്നു. പ്രോബ്ലംസ് ഇൻ എലമെൻ്ററി ഫിസിക്സ് ബൈ ബുക്സോഫ് ആൻഡ് ഷാൽനോഫ് എന്നൊരു ബുക്ക് നമ്മുടെ ഭാഗത്തു നിന്ന് സജസ്റ്റഡ് ആണ്. അതേപോലെ തന്നെ അരവിന്ദ് തിവാരിയുടെ പാത്ത് ഫൈൻഡേഴ്സ് ഫിസിക്സ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നൊരു ബുക്കാണ്. അവസാനമായിട്ട് 200 പസ്ലിംഗ് ഫിസിക്സ് പ്രോബ്ലംസ് ബൈ ഗ്നാഡിക് എന്നൊരു ബുക്ക് നമ്മൾ ഫിസിക്സിന് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കെമിസ്ട്രീൻ്റെ പ്രിപ്പറേഷന് സഹായിക്കുന്ന രീതിയിൽ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന മറ്റു ബുക്കുകൾ എന്ന് പറയുന്നത് ആറ്റ്കിൻസ് ഫിസിക്കൽ കെമിസ്ട്രി ഉണ്ട്. അതുകൂടാതെ തന്നെ സോളമൻസ് ഓർഗാനിക് കെമിസ്ട്രി സജസ്റ്റഡ് ആണ്. ഇനോർഗാനിക് കെമിസ്ട്രിയുടെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് കൺസൈസ് ഇനോർഗാനിക് കെമിസ്ട്രി, അത് JD ലീയുടെ ബുക്കാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. കൂടാതെ തന്നെ ബേസിക് ഇനോർഗാനിക് കെമിസ്ട്രി ബൈ കോട്ടൺ ആൻഡ് വിൽക്കിൻസൺ, അത് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മാത്തമാറ്റിക്സിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് എഡ്യൂക്കേറ്റീവ് JE, അതായത് KD ജോഷിയുടെ ഒരു ബുക്ക് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ പ്രോബ്ലം ബുക്ക് ഇൻ മാത്തമാറ്റിക്കൽ അനാലിസിസ് GN ബർമൻ്റെ ബുക്ക് ആകാശ് എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് സജസ്റ്റ് ചെയ്യുന്നൊരു ബുക്കാണ്. ഹയർ ആൾജിബ്ര, അത് ഹോൾ ആൻഡ് നൈറ്റ് എന്ന് പറഞ്ഞ 2 ഓഥേഴ്സിൻ്റെ ബുക്കാണ്. കൂടാതെ ദ എലമെൻറ്റ്സ് ഓഫ് കോർഡിനേറ്റ് ജോമെട്രി SL ലോൺലിയുടെ തന്നെ പ്ലെയിൻ ട്രിഗണോമെട്രി എന്ന് പറഞ്ഞൊരു ബുക്കും സജസ്റ്റഡ് ആണ്. ഇത് കൂടാതെ തോമസ് ആൻഡ് ഫിനെ എന്ന് പറഞ്ഞ 2 ഓഥറുകളുടെ കാൽക്കുലസ് എന്നൊരു പറഞ്ഞൊരു ബുക്കാണ് ജെ അഡ്വാൻസിൽ മാത്തമാറ്റിക്സിന് വേണ്ടിയിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ബുക്കുകളുടെ കൂട്ടത്തിൽ അവസാനമായിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ജെ അഡ്വാൻസിൽ നമുക്കറിയാവുന്ന പോലെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നൊരു 3 സബ്ജക്റ്റുകളുണ്ട്. ഇതിൽ മാത്തമാറ്റിക്സ് ഇതിനൊരു ബാക്ക് ബോണായിട്ട് പ്രവർത്തിക്കുന്നു. അതിൽ നിന്ന് നമ്മൾ ഫിസിക്സും കെമിസ്ട്രിയും ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ശരിയായ കോൺസെപ്റ്റ്. അപ്പോൾ ഇതിൽ ഓരോ സബ്ജക്റ്റിനും പ്രിപ്പയർ ചെയ്യേണ്ട സ്ട്രാറ്റജി വേറെയാണ്.
അപ്പം ഓരോ സബ്ജക്റ്റും എങ്ങനെയാണ് കൃത്യമായി വ്യക്തമായി പഴുതുകളില്ലാതെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് നമ്മുടെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വളരെ എക്സ്പേർട്ടുകളായിട്ടുള്ള അക്കാഡമിക് ടീമിൻ്റെ സജഷനാണ്. അത് നമുക്ക് സ്ക്രീനിൽ കാണാം. ഓരോ സബ്ജക്റ്റിനും ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിന് എന്താണ് ആകാശ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് JEE അഡ്വാൻസ് ക്രാക്ക് ചെയ്യുക എന്നുള്ളത് നമുക്ക് കാണാം. JEE അഡ്വാൻസ് 2025 എക്സാമിനേഷൻ നടക്കുന്നത് May 18 അതായത് IIT സ്വപ്നം കാണുന്ന ഏതൊരു വിദ്യാർത്ഥിനെ സംബന്ധിച്ചിടത്തോളം ദ D-Day. ആ ഒരു ദിവസത്തിൽ നമ്മൾ 2 ഷിഫ്റ്റുകളിലായിട്ട് 6 മണിക്കൂറാണ് നമ്മൾ ആ പരീക്ഷാ ഹാളിൽ ചിലവഴിക്കുക. സ്വാഭാവികമായിട്ടും അതിനാവശ്യമായിട്ടുള്ള യാത്രയും അതിനിടയിലുള്ള ഗ്യാപ്പും അതിനുശേഷമുള്ള യാത്രയുമൊക്കെ ആയിട്ട് ഏകദേശം ഒരു ഫുൾ ദിവസം നമ്മൾ ചിലവാക്കുന്ന ഒരു ദിവസമാണിത്. ഈ ഒരു ദിവസത്തിൽ നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം, അതേപോലെ തന്നെ ആ പരീക്ഷയെ നമ്മൾ സമീപിക്കുന്ന രീതി, അതേപോലെ തന്നെ ഈ 2 സെഷനുകളിലും ഒരേപോലെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന എനർജിയും എന്തൂസിയാസവും, അങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാവുന്ന ആ ഒരു ദിവസത്തിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ഫോക്കസ് ചെയ്യണം, നമ്മൾ എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് നടത്തണം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ഈ D-Day സ്ട്രാറ്റജിയിൽ പറയുന്നത്. ഇതിൽ ഓരോ പോയിന്റുകളും വളരെ വ്യക്തമായി നിങ്ങൾ വായിച്ചു നോക്കുക. ഓരോ പോയിന്റുകളും വളരെ റെലവൻ്റ് ആണ്. ഇത് നമ്മളോട് എങ്ങനെയാണ് ഓരോ സ്ട്രാറ്റജിയും സമീപിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ഈ എക്സാം ദിവസത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നത്. ഒരു പക്ഷേ 2 വർഷങ്ങൾ അല്ലെങ്കിൽ അതിലധികം ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം 8ാം ക്ലാസ് മുതൽക്ക് തന്നെ, അല്ലെങ്കിൽ അതിലും ചെറിയ ക്ലാസ്സുകളിൽ തന്നെ IIT എന്ന് പറഞ്ഞ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ തുടങ്ങുന്ന ആളുകളുണ്ടാവും. അപ്പോൾ വർഷങ്ങളുടെ തയ്യാറെടുപ്പുകൾക്ക് ഒടുവിൽ എത്തിച്ചേരുന്ന ഈ ഒരു ദിവസം നമ്മൾ എങ്ങനെ പ്ലാൻ ചെയ്യുന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദ ക്ലൈമാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള D-Day സ്ട്രാറ്റജീസാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓരോ സ്ട്രാറ്റജിയും വൃത്തിയായി വായിക്കുക, ഓരോ സ്ട്രാറ്റജിയും മനസ്സിലാക്കുക. ഇതാണ് നമ്മളുടെ അവസാനത്തെ ഇൻപുട്ട്. അപ്പോൾ ഈ JEE അഡ്വാൻസ് എന്ന് പറഞ്ഞ ഈ ഹൈ സ്റ്റേക്ക് എക്സാമിനേഷനെ പറ്റിയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് തരാൻ സാധിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതായത് ഈ എക്സാമിനെ പറ്റിയും എക്സാം പാറ്റേണിനെ പറ്റിയും അതേപോലെ തന്നെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീനെ പറ്റിയും നമ്മൾ ഉപയോഗിക്കേണ്ട ബുക്കുകളെ പറ്റിയും ടെസ്റ്റിംഗ് പാറ്റേണിനെ പറ്റിയും ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ IIT-യിൽ എത്താൻ സ്വപ്നം കാണുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.